ഒരു സംഖ്യയുടെ 3/4 എന്നത് മറ്റൊരു സംഖ്യയുടെ 2/3 തുല്യമാണ്. ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഇവിടെ രണ്ട് സംഖ്യകളുണ്ട്. അതിലത്തെ ഒരു ബന്ധം പറയുന്നത് ഒരു സംഖ്യയുടെ 3/4 എന്ന് പറയുന്നത് മറ്റൊരു സംഖ്യയുടെ 2/3 തുല്യമാണ്. ആ സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കാണേണ്ട, അംശബന്ധം കാണണം. അപ്പോൾ രണ്ട് സംഖ്യകളുണ്ട്. നമുക്ക് ആ രണ്ട് സംഖ്യകൾ ഒന്ന് എക്സ് എന്നും ഒന്ന് വൈ എന്നും കരുതുക. ഇവിടെ നോക്കുക, ഒരു സംഖ്യയുടെ 3/4, അതായത് ഒന്നാമത്തെ സംഖ്യയുടെ 3/4. സംഖ്യയുടെ 3/4 എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ എന്ന് പറയുമ്പോൾ ഗുണിക്കുകയാണ് ചെയ്യുക. സംഖ്യയുടെ 3/4 സംഖ്യയെ 3/4 കൊണ്ട് ഗുണിക്കുക. ഏതാ സംഖ്യ? എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു 3/4 എന്നത് മറ്റൊരു സംഖ്യയുടെ, അതായത് വൈൻ്റെ മറ്റൊരു സംഖ്യയുടെ 2/3. ഇവിടെ പോലെ തന്നെ ഇവിടെ പറയുമ്പോൾ സംഖ്യയുടെ ഗുണിക്കുക. മറ്റൊരു സംഖ്യയുടെ, അതായത് വൈൻ്റെ 2/3 പറഞ്ഞാൽ എന്താ? വൈ ഇൻറ്റു 2/3. ഇത് രണ്ടും തുല്യമാണെന്നാണ് പറയണത് എന്നത്. ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ നമുക്കിവിടെ സമം കാണാം. ഇപ്പോൾ ഒരു സമവാക്യം കിട്ടി. എക്സ് ഇൻറ്റു 3/4 സമം വൈ ഇൻറ്റു 2/3. ഇതിൽ ചരങ്ങൾ, വേരിയബിൾസ് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ഈ വൈ ഇവിടെ ഗുണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വൈ ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണം എന്നാവും. അപ്പോൾ ഇവിടുത്തെ എക്സ് എഴുതുക ബൈ വൈ, ഇവിടുത്തെ എക്സ് എഴുതി ബൈ വൈ സമം നിട്ടു. ഇനി വൈ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ അവിടെ എന്താ അവശേഷിക്കുന്നത്? 2/3 ഉണ്ട്, അത് അവിടെ എഴുതുക 2/3. ഇനി ഇവിടെ എക്സിൻ്റെ കൂടെ എന്തുണ്ടായിരുന്നു? ഇൻറ്റു 3/4. അത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇൻറ്റു 3/4 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവുക? ഇൻറ്റു നിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ ഇട്ടാൽ മതി, ഇതിൻ്റെ വ്യുൽക്രമം ഇട്ടാൽ മതി. അംശവും ഛേദവും പരസ്പരം മാറ്റിയിടുക. അപ്പോൾ 4/3 എന്നാവും. അപ്പോൾ എക്സ് ബൈ വൈ സമം, ഇതിൽ നമുക്ക് വെട്ടിച്ചുടുക്കാനൊന്നുമില്ല. അപ്പോൾ ഗുണിക്കുമ്പോൾ 24 8/3 9. എക്സ് ബൈ വൈ 8/9 ആണെങ്കിൽ എക്സ് ഈസ് ടു വൈ എത്രയാണ്? 8:9. എക്സ് ഈസ് ടു വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടി 8:9. ചോദ്യം ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധമാണ്. ഉത്തരം 8:9.